സൗന്ദര്യമില്ലാത്തവരായിട്ട് ആരുമില്ല. എല്ലാവർക്കും അവരവരുടേതായ സൗന്ദര്യമുള്ളവർ തന്നെയാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ അത് കൊണ്ട് നടക്കുന്ന രീതി, പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ വിഷമങ്ങൾ മറ്റുള്ളവരെ എങ്ങനെ അറിയിക്കുന്നത്, അങ്ങനെയുള്ളൊരു ഇതാണ് എനിക്ക്. അപ്പം അതിന് മറുപടി കിട്ടിയില്ലേ? അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കുറേ ജീവിതാനുഭവങ്ങൾ, കുറേ വിഷമം പിടിച്ച അനുഭവങ്ങളിലൂടെ കടന്നു വന്ന് അതൊക്കെ തരണം ചെയ്ത് അതൊക്കെ ഫേസ് ചെയ്തിട്ടാണ് ഞാൻ ഇവിടെ എത്തിയിട്ട് നിൽക്കുന്നത്. പിന്നെ എനിക്ക് ആൽബം സോങ്ങുകളോട് നല്ല ഇഷ്ടമാണ് എനിക്കിട്ടാ. എന്തായാലും അവരുടെയും വിശേഷം, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടാ. അപ്പോൾ നമ്മൾ ഒരു 1-2 ആഴ്ച മുന്നേ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു Q&A വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ കുറച്ച് ക്വസ്റ്റ്യനുകളൊക്കെ വന്നിട്ടുണ്ട്. ഒരുപാട് ക്വസ്റ്റ്യനൊന്നും ഇല്ല, കുറച്ച് ക്വസ്റ്റ്യനുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ക്വസ്റ്റ്യനുകൾ ഇട്ട ആൾക്കാർക്ക് ഒരു മറുപടി കൊടുക്കണമല്ലോ. അപ്പോൾ അത് കാരണം ഞാൻ ക്വസ്റ്റ്യനുകൾ കുറച്ചും കൂടി വരികയാണെങ്കിൽ കുറച്ചും കൂടി കഴിഞ്ഞിട്ട് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ ഉള്ള ക്വസ്റ്റ്യനുകൾക്ക് ആൻസർ ചെയ്യാൻ വെച്ചിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ പുതിയതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനലിലേക്ക് വന്നിട്ടുണ്ട് വെച്ചെങ്കിൽ, നമ്മുടെ കുടുംബത്തിലേക്ക് വന്നിട്ടുണ്ട് വെച്ചെങ്കിൽ, നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെന്ന് വെച്ചെങ്കിൽ നമ്മുടെ കൂടെ കൂടണം കേട്ടോ. എൻ്റെ പേര് സിമി എന്നാണ്, ഗുരുവായൂരാണ് വീട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം നമുക്ക്. അപ്പോൾ ഞാൻ ക്വസ്റ്റ്യനുകൾ ഓരോന്നായിട്ട് വായിക്കാട്ടാ. ഏറ്റവും ആദ്യത്തെ ക്വസ്റ്റ്യൻ ഒരു MD നീലകണ്ഠൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ID എന്ന് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. വാട്ട് ആർ യു ഡൂയിങ് എന്നാണ് ചോദിച്ചേക്കുന്നത്. ഞാൻ ഒരു 4 വർഷമായിട്ട് അക്കൗണ്ടൻ്റായിട്ട് ജോലി ചെയ്യാണ്. ഒരു സൂപ്പർ മാർക്കറ്റിലാണ് ജോലി ചെയ്യണത്. 4 വർഷമായി അതാണ് കേട്ടോ ഞാൻ ചെയ്യണത്. പിന്നെ നമ്മളെ മിനീസ് വണ്ടർ എന്ന് പറഞ്ഞിട്ടുള്ള മിനി വണ്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാനലാണ്. നമ്മൾ സ്ഥിരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നമ്മൾ വീഡിയോസ് കാണും, എന്താ പറയുക, സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യണ കുട്ടിയാണ് മിനി. അവൾ ഒരു ലവിൻ്റെയും പിന്നെ ഒരു തമ്പിൻ്റെയും ചിഹ്നം അയച്ചിട്ടുണ്ട്. അവൾ ചോദ്യമൊന്നും ചോദിച്ചിട്ടില്ല കേട്ടോ. പിന്നെ നമ്മളെ ഒരു അനീഷ സുരേഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ID, അവളും സ്ഥിരം നമ്മൾ സപ്പോർട്ട് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സപ്പോർട്ട് ചെയ്തിട്ട് നിൽക്കുന്ന ചാനലുകളാണ്. അവൾ ചോദിച്ചിട്ടുള്ളത്, അത് വായിച്ചിട്ട് ഞാൻ ചിരിച്ചുട്ടാ, ഈ സൗന്ദര്യത്തിൻ്റെ രഹസ്യം എന്താണ്, അതൊന്ന് പറയുമോ എന്ന്. അത് കേട്ടപ്പോൾ എനിക്ക് ചിരിയാണ് ഉണ്ടാവുന്നത്. അതിന് മാത്രം പറയാനും മാത്രമുള്ള സൗന്ദര്യമൊന്നും എനിക്കില്ല. പിന്നെ നമ്മൾ ക്യാമറയും മൊബൈലും ഒക്കെ നല്ല ഇതുള്ളതല്ലേ, അതിൻ്റെയൊക്കെ ഒരു ഇതാണ്. പിന്നെ എൻ്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ സൗന്ദര്യമില്ലാത്തവരായിട്ട് ആരുമില്ല. എല്ലാവർക്കും അവരവരുടേതായ സൗന്ദര്യമുള്ളവർ തന്നെയാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ അത് കൊണ്ട് നടക്കുന്ന രീതി, പിന്നെ നമ്മൾ ഉള്ള സൗന്ദര്യത്തിനെ നമ്മൾ എന്താ പറയുക, മേക്കപ്പ് ചെയ്തിട്ട് കൊണ്ടുപോവുക, അതിനെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് നോക്കി പോവുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. എന്നെ സംബന്ധിച്ച് ഞാൻ ഒരു 4-5 കൊല്ലം മുന്നേ, 5 കൊല്ലം മുന്നേ ഒക്കെ എന്ന് പറഞ്ഞാൽ 5-6 കൊല്ലം മുന്നേ ഒക്കെ നല്ല രീതിയിൽ തന്നെ നന്നായി നടന്നിരുന്ന ആളാണ് കേട്ടോ. അതിപ്പോൾ ചേട്ടനും അങ്ങനെ തന്നെയായിരുന്നു, നല്ല രീതിയിൽ മാത്രം നടക്കുള്ളൂ. എപ്പോഴും പറയും നമ്മളെ വിഷമം മറ്റുള്ളവരെ അറിയിക്കണം എന്തിനാ, നമ്മൾ നന്നായി നടക്കണം, അങ്ങനെയുള്ളൊരു ഇതാണ് കേട്ടോ. എപ്പോഴും പറയും തേക്കാത്ത ഡ്രസ്സൊന്നും ഇട്ട് നടക്കില്ല, നമ്മളുടെ ഡ്രസ്സും കൂടി ആളെന്നെ തേച്ച് തരും, മക്കളുടെ ഡ്രസ്സും ഒക്കെ. അത് ഡ്രസ്സിൻ്റെ കാര്യം. പിന്നെ നമ്മൾ നടക്കണതായാലും നല്ല രീതിയിൽ മാത്രം നടക്കണം, അങ്ങനെയുള്ളൊരു ഇതാണ്. പക്ഷെ ഞാൻ ആ ഒരു സമയത്തെ കാര്യം അങ്ങനെയായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഒരു 2 വർഷത്തോളമൊക്കെ വരെയൊക്കെ ഞാൻ ഭയങ്കര ഡിപ്രസ്ഡായിട്ടും ഒക്കെ ഉള്ള ഒരു അവസ്ഥയൊക്കെയായിരുന്നു. ഞാൻ അതിൻ്റെ ഒരു ഫോട്ടോ ഇതിലിടാക്കാം. അന്നത്തെ കാലം എന്ന് പറഞ്ഞാൽ എനിക്ക് അതിപ്പോഴും അതാലോചിക്കുമ്പോൾ എനിക്കൊരു പേടിയാണ്. പേടിയെന്ന് പറഞ്ഞാൽ ഒരു നെഞ്ഞത്തെ ഒരു മിന്നൽ പോണ പോലെയാണ് കേട്ടോ. എനിക്ക് ഓരോ പെട്ടെന്ന് ഒരു ഇടുത്തി പോലെയാണ് ഓരോ അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഒരു ആംബുലൻസിൻ്റെ ശബ്ദം കേട്ടാൽ വരെ എനിക്ക് എൻ്റെ മനസ്സൊക്കെ ആകെ പതറും. അങ്ങനത്തെ ഒരു കാലം ഉണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ അതിൽ നിന്നൊക്കെ കുറേ മാറ്റങ്ങൾ ഇപ്പോൾ ഒരുപാട് ഞാൻ മാറിയെടുക്കുകയാണ്. അപ്പോൾ എന്നെ കാണുമ്പോൾ എല്ലാവർക്കും, നമ്മളെ വേണ്ടപ്പെട്ടവരും നമ്മളെ സ്നേഹിക്കുന്നവർക്കും ഒക്കെ ഭയങ്കര വിഷമമായിരുന്നു എന്നെ കാണുമ്പോൾ. എന്താ വെച്ചാൽ അത്രയും നല്ല ഇതിൽ നടന്നിരുന്ന ഞാൻ പിന്നെ ഇങ്ങനെ ആയില്ലേ എന്നുള്ള ഒരു വിഷമം. പൊട്ടും കുറിയും ഒന്നുകൂടാതെയും നമ്മളിങ്ങനെ ഒരു ഇതായിട്ടുള്ള ഒരു ജീവിതമായിരുന്നു. പിന്നെ നമുക്ക് ജീവിക്കണ്ടെന്നുള്ള ഒരു ഒരു ഇത് അങ്ങനെയൊക്കെ കുറേ നടന്നിട്ടുണ്ട് ഞാൻ. പിന്നെ ഹസ്ബൻഡിനായാലും നമ്മൾ നല്ല രീതിയിൽ നടക്കുന്നതായിരുന്നു ഇഷ്ടം. പിന്നെ നമുക്കൊരു ജീവിതം മാത്രമേ ഉള്ളൂ അല്ലേ. അപ്പോൾ നമ്മളെ സ്നേഹിക്കുന്നവർ, പിന്നെ അച്ഛൻ, അമ്മ, എൻ്റെ ബന്ധുക്കൾ എന്ന് പറഞ്ഞാൽ കുറേ ഉണ്ട്. അവർക്കൊക്കെ എന്നെ കാണുമ്പോൾ അവർക്കൊക്കെ ഭയങ്കര ഒരു കടച്ചിൽ പോലത്തെ ഒരു വിഷമമാണ്. അപ്പോൾ അത് മാത്രമല്ല, പിന്നെ എനിക്ക് തന്നെ തോന്നി തുടങ്ങി എന്നെ
എന്നെ കാണുന്ന ആൾക്കാർ ഇനി അങ്ങനെ കാണണ്ട, ഞാൻ അങ്ങനത്തെ ഒരു ഇതിൽ ജീവിക്കുന്ന ഒരാളാന്ന് എന്നെ കണ്ടാർക്കും തോന്നണ്ട. പിന്നെ അതിലുപരി കണ്ണാടിയിൽ നോക്കുമ്പോൾ എനിക്ക് ഇന്നെ കാണുമ്പോൾ തന്നെ ബുദ്ധിമുട്ടായി തുടങ്ങി. പിന്നെ അങ്ങനെ ഞാൻ ഒരുപാട് മാറി എന്ന് തന്നെ പറയാം. പിന്നെ നമുക്ക് സപ്പോർട്ടായിട്ട് എല്ലാവരും, കുടുംബത്തിലെല്ലാവരും സപ്പോർട്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കുറേ ജീവിതാനുഭവങ്ങൾ, കുറേ വിഷമം പിടിച്ച അനുഭവങ്ങളിലൂടെ കടന്നു വന്ന് അതൊക്കെ തരണം ചെയ്ത് അതൊക്കെ ഫേസ് ചെയ്തിട്ടാണ് ഞാൻ ഇവിടെ എത്തിയിട്ട് നിൽക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ അതൊക്കെ അനുഭവിച്ചിട്ട് വന്നിട്ടുള്ളത് കൊണ്ടാണോ, ഞാനിപ്പോൾ അടുത്തിടെ ഒരു വീഡിയോ കാണുന്നുണ്ടായി, 40, എനിക്കിപ്പോൾ 40 വയസ്സ് കഴിഞ്ഞിട്ടാണ്, 40 കഴിഞ്ഞ ആൾക്കാർക്ക് അതിലവർ പറയണ കാരണം, ഒരു കാരണം പറഞ്ഞത് ഇതാണ് കേട്ടോ, കുറേ അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ആൾക്കാർക്ക് സൗന്ദര്യം തന്നെ വരുന്നു. അങ്ങനെ ഒരു ഇത് കണ്ടു. അതിപ്പോൾ എല്ലാവരും അംഗീകരിച്ചോളുന്നില്ല, ഞാൻ പറഞ്ഞതാണ് അതിലങ്ങനെ കണ്ടു എന്നുള്ളത്. അപ്പം അങ്ങനെയൊക്കെയാണ്. പിന്നെ എനിക്ക് നല്ല രീതിയിൽ നടക്കാൻ മാത്രമേ എനിക്ക് ഇഷ്ടമുള്ളൂ. ഒരു വിധം ഞാൻ ഇങ്ങനെ നടക്കുള്ളൂ. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ വിഷമങ്ങൾ മറ്റുള്ളവരെ എങ്ങനെ അറിയിക്കുന്നത്, അങ്ങനെയുള്ളൊരു ഇതാണ് എനിക്ക്. അപ്പം അതിന് മറുപടി കിട്ടിയില്ലേ. ഇനി അടുത്ത ഒരു ചോദ്യം കേട്ടോ, വിനിത മനോജ് എന്ന് പറഞ്ഞ ചേച്ചിയാണ് കേട്ടോ. കുറേ വീഡിയോ ചെയ്തില്ലേ, അതിൽ കൂടുതൽ സന്തോഷം കിട്ടിയ വീഡിയോ ഏതാണ് എന്നാണ് കേട്ടോ ചോദിച്ചിട്ടുള്ളത്. അങ്ങനെ ചോദിച്ചപ്പോൾ എൻ്റെ വീഡിയോസ് ഷോർട്സിൽ എനിക്ക് ഞാനിപ്പോൾ അടുത്ത് ഒരു വീഡിയോ, ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിയുടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ എത്ര പ്രാവശ്യം കണ്ടു എന്ന് എനിക്ക് തന്നെ അറിയില്ല, അത്രയും പ്രാവശ്യം ഞാൻ കണ്ടു ഷോർട്സിൽ. പിന്നെ കിച്ചണിലത്തെ നമ്മുടെ ഓരോന്നുള്ള വീഡിയോ, ഒരു 1 lakh കടന്നിട്ടുള്ള ഒരു വീഡിയോ ഒക്കെ ഉണ്ട്, അതെനിക്ക് നല്ല ഇഷ്ടമുള്ള വീഡിയോ ആണ്. പിന്നെ എനിക്ക് ആൽബം സോങ്ങുകളോട് നല്ല ഇഷ്ടമാണ് എനിക്കിട്ടാ. അത് ഞങ്ങൾ ഈ പറഞ്ഞ പോലെ എൻ്റെ കല്യാണ സമയത്തൊക്കെ എന്താ പറയുക, ചേട്ടന് കാസറ്റ് കടയായിരുന്നു. അപ്പോൾ എനിക്ക് എൻ്റെ ബർത്ത്ഡേക്ക് ഒരു കാസറ്റ് എനിക്ക് ഗിഫ്റ്റായിട്ട് തന്നു. കാസറ്റ് മാത്രമല്ല വേറെ സാധനങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഫുള്ള് ആൽബം സോങ്ങുകളായിരുന്നു. അതായത് എണ്ണക്കറുപ്പിന് അഴക്, അതേപോലെ എന്നിണക്കിളിയുടെ, പിന്നെ ഓർമ്മയ്ക്കായി, ഇനിയൊരു സ്നേഹിത, അങ്ങനത്തെ സോങ്ങുകളില്ലേ, അങ്ങനത്തെ സോങ്ങുകളായിരുന്നു അപ്പടി. അപ്പോൾ എനിക്ക് അങ്ങനത്തെ സോങ്ങുകളോടൊക്കെ കുറച്ച് കൂടുതൽ ഇഷ്ടമുണ്ട്. അപ്പോൾ അത് എനിക്കിഷ്ടമുള്ള സോങ്ങൊക്കെ വെച്ചിട്ട് നമ്മൾ ഷോർട്സൊക്കെ ഇടാറുണ്ട്. ആ വീഡിയോസൊക്കെ എനിക്കിഷ്ടമാണ്. പിന്നെ ലോങ് വീഡിയോസിൽ എനിക്കിഷ്ടമുള്ള വീഡിയോ എന്ന് പറഞ്ഞാൽ കൂടുതൽ ഇഷ്ടം തോന്നിയിട്ടുള്ളത് അടുക്കളയുടെ ക്ലീനിങ്ങിൻ്റെ ഒക്കെ വീഡിയോ അല്ലേ, അതൊക്കെ ഞാൻ ഇട്ടുണ്ടായിരുന്നു. അത് കുറേ പേര് കണ്ടിട്ടുണ്ട്. അതൊരു 1 lakh മുകളിലേക്ക് വീഡിയോ വ്യൂസ് വന്നിട്ടുള്ള വീഡിയോ ആണ്. ആ വീഡിയോ എനിക്ക് ഇഷ്ടപ്പെട്ട വീഡിയോ ആണ് കേട്ടോ. അപ്പം അങ്ങനെ പിന്നെ ഒരു രുദ്രനന്ദി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അക്കൗണ്ടിൽ നിന്ന് ഒരു കോസ്റ്റ്യൂം വന്നിട്ടുണ്ട്. അത് ഞാൻ നല്ലോണം അറിയുന്ന കുട്ടിയാണ്, രാഹുലാണ് കേട്ടോ, ഞങ്ങൾ ഇവിടെ അനിയനാണ് കേട്ടോ. നമ്മൾ ഫസ്റ്റ് കമ്പനി ആയത് ഓർക്കുന്നുണ്ടോ ചേച്ചിക്കുട്ടി എന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് അവൻ ഒരു സ്റ്റേജ് പ്രോഗ്രാമിൽ ഒരു നാടൻ പാട്ട് പാടിയിട്ട്, അങ്ങനെയാണ് എൻ്റെ ഓർമ്മയിൽ അങ്ങനെയാണ് അവനെ ഞാൻ കണ്ടിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എന്താ പറയുക, ജന്മം കൊണ്ട് അനിയനായിട്ടില്ല വെച്ചെങ്കിലും ഭയങ്കരമായിട്ട് ഞങ്ങൾ എന്താ പറയുക, ചേച്ചി അനിയൻ ആ ബന്ധം നന്നായിട്ട് കൊണ്ടുപോണ ഒരു കുട്ടിയാണ്. രാഹുൽ എന്നാണ് അവൻ്റെ പേര്. അപ്പോൾ അവൻ ഒരു നാടൻ പാട്ട് പാടിയിട്ട് സ്റ്റേജിൽ നിന്ന് ഇറങ്ങി വന്നു. അപ്പോൾ നന്നായി ഉണ്ടായിരുന്നിട്ട് രാഹുലേ എന്ന് പറഞ്ഞു. രാഹുൽ എന്നുള്ള പേര് അപ്പോൾ സ്റ്റേജിൽ വിളിച്ച് പറഞ്ഞിട്ട് അറിയണതാണ്. അപ്പോൾ ഏട്ടൻ്റെ മക്കളുടെയും ഒക്കെ ഫ്രണ്ടാണ് അവൻ. പിന്നെ ഒരാളെയും വിടില്ല, എല്ലാവരെയും വർത്താനം പറഞ്ഞ എല്ലാവരെയും ആയിട്ട് നല്ല കമ്പനിയാവുന്ന ഒരു കുട്ടിയാണ്. അപ്പോൾ എൻ്റെ ഓർമ്മയിൽ അതാണ് ഞങ്ങൾ ആദ്യമായിട്ട് കണ്ടിട്ടുള്ളത് കേട്ടോ. പിന്നെ ശാലിനി ഉണ്ണികൃഷ്ണൻ ചോദിച്ചിട്ടുള്ളത്, നിങ്ങളുടെ എല്ലാ വീഡിയോകളും വളരെ നല്ലതാണ്, അതിൽ സിമിക്ക് ഏറ്റവും ഇഷ്ടം തോന്നിയ വീഡിയോ ഏതാണ്? നേരത്തെ ചോദിച്ച അതേ ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടോ വീണ്ടും വന്നിട്ടുള്ളത്. അപ്പം ഞാൻ വീണ്ടും ആ ഉത്തരം തന്നെ പറയട്ടല്ലോ, അത് കാരണം. അപ്പം ശാലിനിക്കുള്ള ഉത്തരം ഞാൻ നേരത്തെ പറഞ്ഞു കേട്ടാ. അങ്ങനെ ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ കേട്ടാ, വീഡിയോ എടുക്കാനും എഡിറ്റ് ചെയ്യാനും ആരെങ്കിലും സഹായിക്കാറുണ്ടോ എന്നിട്ടാ. അത് ദിവ്യ പ്രഞ്ജിത്താണ് ചോദിച്ചിട്ടുള്ളത്. വീഡിയോ എടുക്കാൻ ഓൾമോസ്റ്റ് വീഡിയോസ് ഞാൻ തന്നെയാണ് ട്രൈപോഡ് വെച്ചിട്ട് എടുക്കാറ്. പിന്നെ എനിക്ക് മക്കൾ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഒരാളാണ് എൻ്റെ കൂടെ ഉള്ളത്, ഒരാൾ ബാംഗ്ലൂരാണ് പഠിക്കുന്നതൊക്കെ. അപ്പോൾ താഴെ മോനാണ് വീഡിയോസ് പിടിക്കാൻ ചില സമയത്തൊക്കെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ചില സമയത്തൊക്കെ ഒരുവിധമൊക്കെ ഞാൻ തന്നെയാണ് എടുക്കുന്നത്. പിന്നെ എനിക്ക് ചില സമയത്തൊക്കെ അവനെ ഞാൻ വിളിക്കാറുണ്ട്, അങ്ങനെ അവൻ വന്നിട്ട് ഹെൽപ്പ് ചെയ്യാറുണ്ട്. പക്ഷേ എഡിറ്റ് ചെയ്യാൻ
ഒന്നോ രണ്ടോ വീഡിയോസ് ഏറ്റ മൂത്താള് ചെയ്തു തന്നിട്ടുള്ളത്. ഒരു വീഡിയോസ് വിഷുക്കണിയുടെ ഒരു വീഡിയോ ഉണ്ട്, അത് അവനാണ് എഡിറ്റ് ചെയ്തതും വീഡിയോ പിടിച്ചതും. അവന് പിന്നെ ഒരു കാര്യമുണ്ട്, അവൻ എഡിറ്റ് ചെയ്യണമെങ്കിൽ അവൻ തന്നെ വീഡിയോ പിടിക്കണം, എന്നാലും അവൻ എഡിറ്റ് ചെയ്യുള്ളൂ. നന്നായി വീഡിയോ പിടിക്കലും എഡിറ്റ് ചെയ്യലും ഒക്കെ ചെയ്യും മൂപ്പര്. പക്ഷെ കുറേ സമയം വേണം, അങ്ങനെയുള്ളൊരു കാര്യമുണ്ട്. അപ്പോൾ എഡിറ്റ് ചെയ്യാൻ ആരും സഹായിക്കാറില്ല. ഫുൾ എഡിറ്റിങ്, ഫുള്ള് തമ്പനയിലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ തന്നെയാണ് ചെയ്യണത്. പിന്നെ തമ്പനയിലിൻ്റെ കാര്യം ഞാൻ അഭിപ്രായങ്ങളൊക്കെ ചോദിക്കാറുണ്ട് മക്കളോട്, അത്രയേ ഉള്ളൂ. അപ്പോൾ ദിവ്യക്കുള്ള ആൻസർ കിട്ടിയില്ലേ? വിനയ വത്സൻ എന്ന് പറയണ ചേച്ചിയാണ് കേട്ടോ. വിനയ, അത് മേമയാണ്, വിനയ മേമ. ചോദിച്ചേക്കണമെന്ന് പറയാം, ആദ്യത്തെ വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോഴുള്ള അനുഭവം എന്തായിരുന്നു എന്ന്. ആദ്യത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ എന്താ പറയുക, എൻ്റെ ചാനൽ കുറേ മുന്നേ തുടങ്ങിയിട്ടുണ്ടായിരുന്നതാണ്. പിന്നെ നിർത്തിയെടുക്കായിരുന്നു, ഒരു 4-5 വർഷം മുന്നേ വീഡിയോ ഒക്കെ നിർത്തി ഞാൻ ഇടലൊക്കെ. പിന്നെ ഇപ്പോൾ റീസ്റ്റാർട്ട് ചെയ്തത് മാർച്ചിലാണ് കേട്ടോ. മാർച്ചിൽ ഞാൻ ആദ്യം ഇട്ടത് ഒരു ഷോർട്സാണ്. ഷോർട്സ് ഇട്ടതെന്ന് പറഞ്ഞാൽ അടുക്കളയൊക്കെ ആകെ അലങ്കോലമായിട്ട് കിടക്കണ ഒരു ഷോർട്സാണ് ഇട്ടത്. എന്നിട്ട് അത് പാത്രം കഴുകാൻ നിൽക്കണത്, അതിൽ പാട്ട് വെച്ചത് കാട്ടുകുറിഞ്ഞി പൂവും ചൂടി, എന്നിട്ട് അതിൽ കോപിക്കാറില്ല പെണ്ണ് കോപിച്ചാൽ ആ ഒരു വരിയാണ് ഇട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ നല്ല ദേഷ്യം പിടിച്ച് നിന്ന് പാത്രം പോകുന്നതാണ്, അടുക്കള പരന്ന് കിടക്കണതും ഒക്കെയാണ് ആ ഒരു ഷോർട്സിൽ ഉണ്ടാകുന്നില്ല. അപ്പം ഞാൻ അത് അപ്ലോഡ് ചെയ്തിട്ട് അന്നൊന്നും എനിക്ക് ശരിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല, ഇത്രയും പെട്ടെന്ന് വ്യൂസൊക്കെ കൂടുന്നുള്ളത് എനിക്കറിയില്ല ഷോർട്സിന്. വീഡിയോ ഇട്ട് കുറച്ച് കഴിയുമ്പോഴേക്ക് തന്നെ ഞാനൊരു 11 മണി 12 മണിയൊക്കെ ആകുമ്പോൾ നോക്കുമ്പോൾ, അത് പറയാം, ഒന്ന് ഉറങ്ങിയിട്ട് ഞാൻ എണിച്ചിട്ട് നോക്കുമ്പോൾ നല്ല വ്യൂസ് വന്നിരിക്കണം അതിന് പെട്ടെന്ന്. അപ്പം ഞാൻ അതിശയിച്ചു. ശരിക്കും പറഞ്ഞാൽ ഷോർട്സിനൊക്കെ പെട്ടെന്ന് കൂടുന്നുള്ളത് എനിക്ക് അപ്പം അന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ പിന്നെ കുറേ പേര് അതിനെ ചിരിച്ചിട്ടും ഒക്കെ അതിന് കമൻറ്റ് ഇട്ടുണ്ടായിരുന്നു. എന്താ വെച്ചാൽ ആ പാട്ടും അത് മാത്രമല്ല ഭയങ്കര സ്പീഡിലാണ് ഞാൻ ദേഷ്യം പിടിച്ചിട്ട് പാത്രം പോകുന്നതൊക്കെ. കഴിഞ്ഞിട്ട് പിന്നെ ലോങ് വീഡിയോസൊക്കെ ഇട്ട് തുടങ്ങി. പിന്നെ അപ്പോൾ വിനയ മാമിക്കുള്ള ഉത്തരം കിട്ടിയില്ലേ? ഇനി ഇറ്റ്സ് മൈ ഡയറി ബൈ ശ്രീ എന്ന് പറഞ്ഞിട്ടുള്ള ചാനലാണ് കേട്ടോ. എന്താ പറയുക, അവൾ പറഞ്ഞിട്ടുള്ളത് സക്സസ് ആവട്ടെ അത്രേ ഉള്ളൂ എന്ന്. അവൾ സക്സസ് ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ് അവൾക്ക്. അപ്പോൾ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് വിചാരിക്കാം. ഒരുപാട് സ്നേഹം കേട്ടോ. പിന്നെ പ്രീത സുമേഷ് ചോദിച്ചിട്ടുണ്ട്, അതിൻ്റെ ഫ്രണ്ടാണ്, എന്താ ഇപ്പോൾ ജോലിന്ന്. ജോലി എന്താണെന്ന് ഇപ്പോൾ ഞാൻ ഏറ്റവും ആദ്യത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞു. ഞാൻ അക്കൗണ്ടൻ്റായിട്ട് ജോലി ചെയ്യാണ്, 4 വർഷമായി അങ്ങനെ. പിന്നെ ഇനി വർക്കിംഗ് വിത്ത് UD എന്ന് പറഞ്ഞിട്ടുള്ള ചാനല് ഓക്കെ ഡിയർ എന്ന് പറഞ്ഞിട്ട് തമ്പ് ഇട്ടിട്ടുണ്ട്, ഒരു ലൈക്കൊക്കെ അടിച്ചിട്ടുണ്ട്. പിന്നെ സജീന ഷാൻ കുട്ടി ഓക്കെ എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, ഒരു ആതിര സോണി എന്ന് പറഞ്ഞിട്ടുള്ള കുട്ടി, അവളും ലൈക്ക് അടിച്ചിട്ടുണ്ട്. അവരൊന്നും ക്വസ്റ്റ്യൻ ഒന്നും ചോദിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത്രയ്ക്ക് തന്നെയുള്ളൂ, ഇത്ര ക്വസ്റ്റ്യൻ തന്നെയാണ് നമുക്ക് വന്നിട്ടുള്ളൂ. ചോദിച്ചു തുടങ്ങി എന്താ Q&A വീഡിയോ ചെയ്യാത്തത്. ഇന്നത്തെ വീഡിയോ അത്ര തന്നെയുള്ളൂ കേട്ടോ.